മറ്റു പല MLA-മാരോടും മറ്റു പല BJP നേതാക്കന്മാരോടും അടുത്ത മുഖ്യമന്ത്രി ഭരണം കിട്ടിയാൽ നിതീഷ് തന്നെ ആകുമോ എന്ന് ചോദിക്കുമ്പോൾ ചില നേതാക്കന്മാർ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് നിതീഷ് കുമാർ നയിക്കും എന്നൊരു വാക്ക് പറയാൻ പോലും BJP തയ്യാറായത്. അതുവരെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വലിയ തരത്തിലുള്ള മൗനമായിരുന്നു. പിന്നീട് പ്രതിപക്ഷം അപ്പാടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് അശോക് ഗെഹ്ലോട്ടാണ് പറഞ്ഞിരുന്നത്. അശോക് ഗെഹ്ലോട്ടിനാണ് ബീഹാറിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ്. അദ്ദേഹം പറയുകയാണ്, ശരി, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന് പറയുന്നു. ആ സമയത്ത് ഒരു മണിക്കൂറുകളിലേക്ക് BJP ക്യാമ്പിൽ മൗനമാണ്. കാര്യം അമിത്ഷായും മോദിയും പറയാതെ BJP നേതാക്കന്മാർക്ക് ബീഹാറിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല, അവർക്ക് സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. ആ അവസ്ഥയാണ്. മാത്രമല്ല, ഈ നിതീഷ് കുമാർ BJP പാളയത്തിൽ നിന്നും വിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒപ്പം പോയി അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയാകുകയും ഉപമുഖ്യമന്ത്രിയായി തേജസ്വി യാദവ് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് BJP ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും നിതീഷ് കുമാറിനെ ആക്രമിക്കരുത്, വ്യക്തിപരമായി ആക്രമിക്കരുത്, JDU-നെ ആക്രമിക്കരുത്. കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായാൽ തിരിച്ച് BJP-യുടെ പാളയത്തിലേക്ക് തന്നെ വരാനുള്ള ഒരു നേതാവാണ് നിതീഷ്. ആ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് ഡൽഹിയിൽ നിന്നാണ് റിമോട്ട് കൺട്രോൾ മുഴുവൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് BJP-യുടെ സംസ്ഥാന നേതാവിനോ സംസ്ഥാന അധ്യക്ഷനോ അവിടുത്തെ ഒരു നേതാവിനും ഒരു കൃത്യമായ ഒരു ധാരണയോ എന്താണ് ബീഹാർ BJP രാഷ്ട്രീയത്തിൽ പോലും സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളൊരു കാര്യത്തിൽ അവിടുത്തെ നേതാക്കന്മാർക്ക് പോലും വലിയ ധാരണയില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ നിതീഷിനെ തന്നെ ആദ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും നടത്തുന്നത്. പക്ഷേ അപ്പോൾ പോലും നിതീഷിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ കൂട്ടാക്കില്ല. ഈ ഒരു പോരാട്ടം ഈ NDA സഖ്യത്തിൽ വളരെ രൂക്ഷമായിരുന്നു. കാര്യം LJP നേതാവ് കൂടിയായിട്ടുള്ള ചിരാഗ് പാസ്വാന് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നതും കൂടുതൽ സീറ്റ് കൊടുക്കുന്നതിൽ വലിയ തരത്തിലുള്ള അസ്വസ്ഥതയായിരുന്നു നിതീഷ് കുമാർ പ്രകടിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 29 സീറ്റ് പോയിട്ട് 10 സീറ്റ് പോലും LJPക്ക് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. കാര്യം പ്രായത്തിൻ്റെ ഒരു അനുകൂല ഘടകം ചിരാഗ് പാസ്വാനുണ്ട്. ഈ ഹാജിപ്പൂരിൽ ഇന്ത്യയുടെ ഒരു ഈ 2016 വരെയുള്ള റെക്കോർഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളാണ് ഹാജിപ്പൂരിൽ രാംവിലാസ് പാസ്വാന്റെ മകനാണ്. ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ്, ചെറുപ്പക്കാരനാണ്. അയാൾ ഉയർന്നു വരാനുള്ളൊരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാർ പറയുന്നത് ഒരു കാരണവശാലും LJPക്ക് ഇത്രയും സീറ്റ് കൊടുക്കാൻ പാടില്ലെന്ന്. ആ തരത്തിലുള്ള നിതീഷ് കുമാറിൻ്റെ അഭിപ്രായങ്ങളെ എല്ലാം മാറ്റിവെച്ചിട്ട് അത് അവഗണിച്ചുകൊണ്ട് തന്നെയാണ് LJPയെ കൈപിടിച്ചുയർത്താൻ വേണ്ടി അവിടെ BJP തയ്യാറെടുത്തിരുന്നത്. അപ്പോൾ തന്നെ BJPയും നിതീഷും തമ്മിൽ വലിയ തരത്തിലുള്ള ഒരു പോരാട്ടമുണ്ടായിരുന്നു. പലപ്പോഴും BJP നേതാക്കന്മാരുമായി ഒരുമിച്ച് വേദി പങ്കിടുമ്പോൾ അദ്ദേഹം മിനിറ്റുകൾ മാത്രമാണ് വേദിയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പലപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാർ തന്നെ തുടരും എന്ന് തുറന്നു പറയാനായി ആദ്യത്തെ പ്രചരണത്തിലെ ആദ്യത്തെ 30 ദിവസത്തിൽ 25 ദിവസവും BJP തയ്യാറായിരുന്നില്ല. അതിലെ വലിയ അസ്വസ്ഥത നിതീഷ് കുമാറിനുണ്ട്. മാത്രമല്ല, ഒരു നിതീഷ് കുമാറിന് എത്രത്തോളം BJP വിശ്വസിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യത്തിൽ ഏത് നിമിഷം വന്നാലും അവർ പിന്നിൽ നിന്ന് കുത്തും എന്നുള്ള ഒരു പേടി നിതീഷ് കുമാറിന് നന്നായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ മൂന്നാം മോദി സർക്കാർ നിലനിൽക്കുന്നത് JDU-ൻ്റെ കൂടി പിന്തുണയിലാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാലും അവിടെ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ കൂടിയാണുള്ളത്. അതുകൊണ്ട് നിതീഷ് കുമാറിനെ സഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗം BJPയുടെ മുന്നിലില്ല.